ഹലോ കൂട്ടുകാരെ, നമുക്കപ്പോൾ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു മീൻ കുഴമ്പ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ ചെറിയ ഉള്ളി ഇട്ട് അരിഞ്ഞ് വാട്ടാൻ തുടങ്ങി. കുറച്ച് നാളികേരം ചിരകിയിട്ടിട്ടും അത് വാട്ടി നന്നായിട്ട് വാട്ടിയെടുക്കണം. ബ്രൗണൊന്നും ആവണ്ട കേട്ടോ. അത് വാട്ടിയെടുത്ത് അതൊരു മിക്സിയിൽ ആറാൻ വെക്കുക. ആറി കഴിയുമ്പോൾ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. എണ്ണ മീൻസ് വെളിച്ചെണ്ണ ആയാലും മതി. എന്നിട്ട് അതിൽ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കുമ്പോൾ ഉലുവയും കരിവേപ്പിലയും കൂടിയും ഇടുക. അതും കൂടി ഇട്ട് മൂത്ത് വരുമ്പോൾ അടുത്തത് അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടണം. അത് നല്ല വാടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ഇടണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ട് കരിയൊന്ന് പേടിയുണ്ടെങ്കിൽ സ്റ്റവ് ഓഫാക്കി വെച്ചിട്ട് ഇളക്കുക. എന്നിട്ട് അതിൽ അടുത്തത് ടൊമാറ്റോ പ്യൂരി, അപ്പോഴേക്കും ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെക്കണം. അതായത് ടൊമാറ്റോ എടുത്തിട്ട് അരച്ച് വയ്ക്കുക. ഇത് വാട്ടിയ ശേഷം ആ ടൊമാറ്റോൻ്റെ പ്യൂരി ഇതിൽ ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കുക, ഇത്തിരി വെള്ളം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. ഡ്രൈ ആവണ വരെ ഇളക്കി യോജിപ്പിക്കുക. എന്നാലേ ടൊമാറ്റോൻ്റെ പച്ച ചുവ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ഉള്ളിയും കൂടിയും ഇതിൽ ഒഴിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ മീൻ കഷ്ണങ്ങളും ഇടുക. എന്ത് മീനായാലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ കോരമീനാണ് ഇടുന്നത്. എന്നിട്ട് മീനൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ശരിക്കും മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചട്ടി കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ കയ്യിലിട്ട് ഇളക്കിയിട്ടില്ല. മുകളിലത്തെ ചാറ് മാത്രം ഒന്ന് ഇതാക്കിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് അത് കുറേ തിളച്ച് കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഇളക്കിയത്. എന്നിട്ട് ഉപ്പൊക്കെ പാകം നോക്കി ഉപ്പെല്ലാം ഉണ്ടെന്ന് കഴിയുമ്പോൾ അടച്ച് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ മീൻ കുഴമ്പ്. ഏകദേശം നമ്മുടെ മീൻ കറിയുടെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നറാണിത്. ചോറ്, പപ്പടം, കോരമീൻ കറി, കോരമീൻ കുഴമ്പ് ആൻഡ് ഒരു പച്ചമുളക് വറുത്തത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.